അപ്പം നമുക്കിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് റവ കിച്ചടിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും സവാളയും തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ചെറുതാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് ഒരു മുളക് കേട്ടോ എടുത്തിട്ട്. അപ്പോൾ പിന്നെ ആദ്യം ഒരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഈ റവ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ റോസ്റ്റഡ് റവയാണെങ്കിലും ഞാനിങ്ങനെ വറുത്തെടുക്കാറുണ്ട് നെയ്യിൽ കുറച്ച്. അപ്പോൾ അതിൻ്റെ നെയ്യിൻ്റെയൊക്കെ ഒരു മണവും പിന്നെ ഒക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിപ്പോൾ റോസ്റ്റഡ് റവ അല്ല ആണെങ്കിലും ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയിട്ടേ ഇരിക്കണം. പിന്നെ കുറച്ച് കളറ് മാറി നന്നായി വറുത്ത് അങ്ങനെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടലപ്പരിപ്പും കൂടി വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ ഞങ്ങളത് ഇവിടെ അങ്ങനെ കടലപ്പരിപ്പൊന്നും ഇടാറില്ല. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റുന്നുണ്ട്. തക്കാളി മാത്രം പിന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടും ഇടാം. ക്യാരറ്റിനെ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്യാരറ്റ് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പകുതി ഇങ്ങനെ അങ്ങനെ കുറച്ച് പകുതി വേവാകുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പകുതി വന്നപ്പോൾ ഞാൻ തക്കാളിയും മുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. റവ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല കാൽസ്യവും അയണും അതേപോലെ കാർബോഹൈഡ്രേറ്റൊക്കെ ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ് കേട്ടോ റവ. അപ്പോൾ നമുക്ക് നല്ല രാവിലെ കഴിച്ചാൽ നല്ല എനർജിയും വിശപ്പിനൊക്കെ നല്ലതാണ്. അപ്പോൾ സാധാ അങ്ങനെ ഉപ്പുമാവ് സിമ്പിളാക്കി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസൊക്കെ അധികം ഇട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റവ എത്രയാണോ ഉള്ളത് അത് വേവാൻ ആവശ്യത്തിനായ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടാക്കി വെച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ വേഗം തിളച്ച് കിട്ടും. ഓൾറെഡി ചൂടാക്കി വെച്ച വെള്ളമാണെങ്കിൽ നമുക്ക് പിന്നെ അത് വേഗം തിളച്ചാൽ പിന്നെ ഇതിപ്പോൾ എല്ലാം വെന്ത വെജിറ്റബിൾസ് ആണല്ലോ, അതുകൊണ്ട് പിന്നെ കൂടുതൽ നേരം വേവണമെന്നില്ല. അപ്പോൾ എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റാണോ നോക്കണം കേട്ടോ. ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് ഉപ്പ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉപ്പ് പാകത്തിനാണോ നോക്കണം. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ റവ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ റവ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇളക്കിയിട്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ അങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, കുറുകി വരുന്നുണ്ട്. നല്ല ഫുഡാണ്, നല്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പിന്നെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റും ബീൻസും ഒക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഉപ്പേരിയൊന്നും ഇങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അതങ്ങനെ നമ്മൾക്ക് ഭക്ഷണത്തിലൂടെ അങ്ങനെ എത്തിപ്പോകും. പിന്നെ
ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട ഗ്രീൻ പീസ് വേവിച്ചതുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളിങ്ങനെ വെജിറ്റബിളൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ പീസും കൂടി ഇട്ടാൽ അതിൻ്റെയും കൂടെ ഗുണം നമുക്ക് കിട്ടും. പിന്നെ സാധാ സിമ്പിളാക്കിയിട്ട് റവ ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് കഴിക്കാനൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ അവിടെ നമ്മുടെ റവ കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് അതിൻ്റെയും കൂടെ ഫ്ലേവർ ഇതിലേക്ക് വരും. അപ്പോൾ ഒരു കുറച്ചും കൂടിയും ടേസ്റ്റി ആവും. നല്ല ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഈ റവ കിച്ചടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ.